ഇന്നലെ ഒരു കേരളം ഞെട്ടലോടുകൂടി കേട്ട ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന കൂടി നമ്മൾ കണ്ടു. കണ്ണൂർ പുന്നോലിൽ NDF-കാരാൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെട്ടിരുന്ന CPM പ്രവർത്തകൻ പുന്നോലിലെ UK സലീമിനെ കൊന്നത് CPM-കാർ തന്നെയാണെന്ന് ഈ സലീമിൻ്റെ പിതാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വലിയ തോതിൽ ഒരു നടുക്കവും ഞെട്ടലും ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് പിതാവാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഈ ഫസൽ വധക്കേസുമായി കണക്ഷനുണ്ട് ഈ സംഭവത്തിന്. ഈ ഫസൽ വധക്കേസിൽ സംശയത്തിൽ നിന്നിരുന്ന പല ആളുകളും ഈ രീതിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിൽ പുനരന്വേഷണം വേണം എന്നാണ് ഈ സലീമിൻ്റെ പിതാവ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് CPM പറയുന്നത് ഇദ്ദേഹം പാർട്ടി മാറിയത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ നിലപാട് മാറിയത് കൊണ്ട് NDF-കാരെ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കം ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വിശദീകരണം MP ജയരാജൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വിഷയം കൂടി അവസാനമായി സംസാരിക്കുകയാണ്. നിഷാദ് ഇന്നലെ ആ വിഷയം ചർച്ച ചെയ്ത ഒരാൾ കൂടിയാണ്. പിതാവ് ലൈവ് ഗസ്റ്റായി അതിൽ വന്നിരുന്നു. അപ്പോൾ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിൽ ഈ വിഷയം കാണുമ്പോൾ അതിനകത്തൊരു ദുരൂഹത സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് സൈഫു. അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹം പറയാൻ വൈകിയത് പോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാറ്റിവെച്ചാലും വളരെ സാങ്കേതികവും ലോജിക്കലുമായിട്ടുള്ള ചില സംഗതികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് തൻ്റെ മകൻ കൊല്ലപ്പെട്ടതിന് കാരണം ഇപ്പോഴത്തെ പ്രതികളല്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ 2008 സലീം കൊല്ലപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം കുറേ സമയങ്ങളായി, ഇപ്പോൾ നമ്മുടെ വാർത്തയിൽ സുനിൽ ഐസക് റിപ്പോർട്ട് ചെയ്യുമ്പോഴും സുനിൽ ഐസക്കിനോട് അദ്ദേഹം പറയുന്നുണ്ട് ദിവസങ്ങളോളം, അതായത് തൻ്റെ സുഹൃത്തായ റയീസ് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം സജീവ CPIM പ്രവർത്തകനാണ്, റയീസും CPM-കാരനാണ്. സുഹൃത്തായ റയീസ് ഗൾഫിൽ പോയി വന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ തൻ്റെ മകൻ പറഞ്ഞു റയീസ് കൊല്ലപ്പെട്ടതിന് കാരണം 2006 ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട സംഗതിയാണ് എന്ന് പറഞ്ഞ് മകൻ ഭയപ്പെടുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വീടിന് പുറത്തിറങ്ങാതിരിക്കുക. ഒരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോൾ വൈകുന്നേരം പുറത്തേക്ക് പോകുമ്പോൾ എവിടെ പോകാൻ ചോദിച്ചപ്പോൾ CPM നേതാക്കൾ വിളിച്ചിട്ടുണ്ട്, അവരുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് മകൻ പോയത്. പിന്നെ അറിയുന്നത് കൊല്ലപ്പെട്ടു എന്നാണ്, ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നറിഞ്ഞു കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോൾ വീടിന് പുറത്തു പോകാൻ ഭയപ്പെട്ടകത്തിരുന്ന ഒരാൾ, വളരെ എന്താ പറയുന്നത്, വിളിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന അത്രയും ഉറപ്പുള്ള ആരോ വിളിച്ചിട്ടാണ് പുറത്തു പോയതെന്നാണ് പിതാവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. പിന്നെ അറിയുന്നത് കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മരണത്തിന് ശേഷവും ഞാൻ വിശ്വസിച്ചിട്ടേയില്ല ഇദ്ദേഹത്തെ കൊന്നത് ഇപ്പോൾ പിടിക്കപ്പെട്ട ആളാണ്. നേരത്തെ പഴയ PFI പ്രവർത്തനമാണല്ലോ ഇപ്പോൾ ഈ കേസിലെ പ്രതികൾ, അതിൻ്റെ വിചാരണ നടക്കുകയാണ്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അവരെ കൊല്ലുന്നത്. അന്നും ഞാൻ പറഞ്ഞത് ശരിയാവണ്ണമുള്ള പ്രതികളെ പിടിക്കണം, മാർക്സിസ്റ്റുകാരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അന്ന്. ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തപ്പോഴും പറഞ്ഞത് ഈ കേസിൽ CBI അന്വേഷണം വേണം, ശരിയായ പ്രതികൾ ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞത് സാങ്കേതികമായ കാര്യങ്ങളുണ്ടെന്ന് പറയാൻ കാര്യം, മകൻ്റെ ഫോണിലേക്ക് അവസാനം വിളിച്ചത് ആരാണ്, മകൻ ആരെയൊക്കെ വിളിച്ചു, എന്താണ് മകൻ്റെ ഫോൺ ഇടപാടുകൾ, ആരോടൊക്കെ സംസാരിച്ചു എന്ന കാര്യം അറിയണമെങ്കിൽ ഫോൺ വേണം. ആ ഫോൺ ഇനിയും കണ്ടെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഫോൺ കണ്ടെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേകമായ പരാതി കൊടുക്കുന്നു. ആ പരാതിയിന്മേൽ ഒരു തീർപ്പുണ്ടായിട്ടില്ല. അപ്പോൾ ഈ കേസ് ഇത്ര ദൂരം വന്നതിന് ശേഷവും അതിലെ നിർണായകമായ തെളിവായി മാറാമായിരുന്ന ഫോൺ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാനതിനു വേണ്ടി പ്രത്യേകമായ പരാതി കൊടുത്തപ്പോൾ എന്നെ CPM-ൻ്റെ ഒരു ലോക്കൽ നേതാവ് സംസാരിച്ച് പറഞ്ഞു, ഫോൺ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിനുവേണ്ടി അത് നടക്കണ്ട. അത് കയ്യിൽ കിട്ടിയപ്പോൾ കുറേ ചോരയും അതിൽ മാംസ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധറേഷനൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിലുണ്ട് ഫോൺ എന്ന് പറഞ്ഞു. ഭയപ്പെടുത്തിയൊന്നുമല്ല, ഫോൺ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളത് അന്വേഷിച്ച് നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ഫോണാണ് നിർണായകമായ തെളിവെന്ന് അദ്ദേഹം പറയുന്നു. അത് കണ്ടെടുക്കാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകാനോ ഈ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മകനെ തലശ്ശേരിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. കൊണ്ടുപോകുന്നതിന് പകരം ഏതോ അരമണിക്കൂറോളം അദ്ദേഹത്തെ പരിക്ക് പറ്റിയ ആളെ കടയിൽ ഒരു കടത്തനയിൽ പിടിച്ചിരുത്തി അവിടെ നിന്നൊക്കെയോ ചർച്ച നടത്തി. പിന്നെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ നിന്നാണ് അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. സാധാരണ അവിടെ പരിക്ക് പറ്റുന്ന ആരെയും കൊണ്ടുപോകുന്ന വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല. മരിച്ചു പോകണമെന്ന് ഉറപ്പാക്കാൻ വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചു. ഈ കടയുടെ മുമ്പിൽ രാവിലെ ആരൊക്കെ വന്ന് കട വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് എന്ന മട്ടിൽ പരിസര നിരീക്ഷണം നടത്തി. അവർക്കെല്ലാം CPM ബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ട് ഈ കേസിൽ അന്വേഷണം ശരിയാവണ്ണം പോകണം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ പറയുന്നതിന് ചില ഗ്രൗണ്ട്സ് ഉണ്ട്. ആ ഗ്രൗണ്ട്സ് എന്താണ്? ഒന്ന് ഈ ഫോണാണ്. രണ്ടാമത് ഏത് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിച്ചത് എങ്ങനെയാണെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് ആവശ്യപ്പെട്ടു അദ്ദേഹം മുനിസിപ്പാലിറ്റിക്ക് കത്ത് കൊടുത്തെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ചേരായ്മകൾ ഇതിനകത്ത് ഉണ്ട് എന്നത് കാണണം. രണ്ട്, ഈ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെല്ലാം മരിച്ചു എന്ന് മകൻ പറഞ്ഞതായിട്ടുള്ള ഇൻഫർമേഷൻ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്.
അത് ഇതിനകത്ത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പാർട്ടി മാറിയതുകൊണ്ട് അദ്ദേഹം മാറ്റി പറയുന്നത് എനിക്കിപ്പോഴും തോന്നുന്നില്ല. അന്നും അദ്ദേഹം പറഞ്ഞത്, അന്ന് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞില്ല എന്നുള്ളൂ, അന്നും അദ്ദേഹം പറഞ്ഞത് ശരിയായ പ്രതികൾ പിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഇപ്പോഴാണ് വിചാരണ തുടങ്ങിയത്. അപ്പോൾ കോടതിയിൽ പോയിട്ട് പറയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് കൊന്നതെന്നാണ് എൻ്റെ ബോധ്യം, ഞാൻ നടത്തിയിട്ടുള്ള ലോക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ എനിക്കതാണ് ബോധ്യപ്പെട്ടതെന്ന് പറയുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പണ്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല, രക്തസാക്ഷി ഫണ്ട് പിരിച്ച് 50,000 രൂപ കൊണ്ട് കൊടുത്തപ്പോൾ അത് വാങ്ങിച്ച ആൾക്ക് അന്നറിയില്ലായിരുന്ന പോലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. അത് ഒരു കുറച്ച് പെരിഫറലായിട്ടുള്ള ഉപരിപ്ലവമായ ചോദ്യമാണ്. മറ്റേത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ആരോപണങ്ങളാണ്. അതിന് മറുപടി പറയാൻ സർക്കാരിനും അന്വേഷണ സംഘത്തിനും ബാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോഴേ ഉത്തര കേരളത്തിൽ നേരത്തെയും കണ്ണൂരിലൊക്കെയും വലിയ കൊലപാതകങ്ങൾ നടക്കുകയും ആ കൊലപാതകത്തിൽ അന്വേഷണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ അന്വേഷണത്തിൽ ഏതെങ്കിലും ആളുകളെ പാർട്ടി കൊടുക്കുക ചെയ്യുക. CPMകാർ ചെയ്യുന്ന കൊലപാതകത്തിലായാലും RSS ചെയ്യുന്ന കൊലപാതകത്തിലായാലും അവർ കൊടുക്കുന്ന ആളുകൾ പ്രതികളാക്കപ്പെടുകയാണ് ചെയ്യുക. വേറെ കൂടുതൽ അന്വേഷണത്തിലൊന്നും പോലീസ് പോവില്ല. ആ പ്രതികൾക്ക് ഇടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ജയിലിൽ പോവുകയും അവരുടെ കുടുംബം ഇവർ നോക്കുകയൊക്കെ ചെയ്യും. യഥാർത്ഥ ആളുകൾ, ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ ജയിലിൽ പോകുന്ന പരിപാടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമാണ്. അതിനുശേഷമാണ് പിന്നീട് ഇങ്ങോട്ട് കുറേ കാലം മുന്നോട്ട് വന്നപ്പോൾ ഈ ശ്രീ എമ്മുമായി ബന്ധപ്പെട്ട ധാരണയൊക്കെ ഉണ്ടാക്കി പരസ്പരമുള്ള RSS CPM അടിയും കൊലപാതകമൊക്കെ അവർ നിർത്തിവെച്ചത്. അതിൽ നിന്ന് കാണേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിലൊരു കരാറുണ്ടാക്കി ഇനി നമ്മൾ തമ്മിൽ സംഘർഷം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ആരാ തീരുമാനം ഉണ്ടാക്കുന്നത്? നേതൃതലത്തിലാണ്. അപ്പോൾ ഇനി ആരെയും കൊല്ലണ്ട നേതാക്കൾ തീരുമാനിച്ചാൽ താഴെത്തട്ടിലും ആരെയും കൊല്ലില്ല. അപ്പോൾ താഴെത്തട്ടിൽ നമ്മൾ തിരിച്ചാലോചിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? താഴെത്തട്ടിൽ ആരെ കൊന്നാലും അത് നേതാക്കൾ അറിയാതെ ഒരു കൊലപാതകവും നടക്കുന്നില്ല, നേതാക്കൾ ആഗ്രഹിക്കാതെ ഒരു കൊലപാതകവും നടക്കുന്നില്ല, അറിയാതെയും ഒന്നും നടക്കുന്നില്ല എന്നാണ് നമ്മൾ ന്യായമായിട്ട് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണല്ലോ. അല്ലെങ്കിൽ ശ്രീ എമ്മും പിണറായി വിജയൻ തമ്മിൽ കരാറുണ്ടാക്കി ഞങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ ലോക്കൽ സെക്രട്ടറിക്ക് ആളെ കൊല്ലല്ലോ, RSS കൊന്നുകൂടെ? അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അത്രയും ഫ്രം ദ റൂട്ട് ടു ദ ഫ്രൂട്ട് എന്ന് പറയും, അത് അത്രയും കണക്റ്റഡ് ആണ് അതിൻ്റെ സംവിധാനം. അപ്പോൾ ഈ അന്വേഷണം എവിടെയും പോവില്ല. അന്വേഷണം എവിടെയും പോകാത്തതിൻ്റെ കാരണം എന്താണ്? നേതാക്കളിലേക്ക് അന്വേഷണം പോകാത്ത വിധത്തിൽ അന്വേഷണം ഇതിനെല്ലാം പിടിച്ചു കെട്ടാനും പാർട്ടി ഗ്രാമങ്ങളുണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്താനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കഴിയുമായിരുന്നു. ഇന്ന് പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ വിശാലമാവുകയും കുറച്ചുകൂടി ഡെമോക്രസിയുടെ സ്പേസ് വലുതാവുകയും ചെയ്തതോടെ ആളുകൾ പലതും തുറന്നു പറയാൻ തുടങ്ങിയിരിക്കുന്നു. കതിരൂർ മനോജ് വധക്കേസിൽ പിടിക്കപ്പെട്ട പ്രതികൾ കോടതി പറഞ്ഞ എന്താണ്? ഞങ്ങളല്ല പ്രതികൾ, പാർട്ടി ഞങ്ങളെ ബലിയാടാക്കുകയാണ്, ഞങ്ങളല്ല ഇത് ചെയ്ത ആൾ എന്നല്ല നമ്മൾ കണ്ടതല്ലേ. ഈ കേസിൽ ഇപ്പോൾ ഇദ്ദേഹം 12 വർഷത്തിന് ശേഷം വന്നിട്ട് പറയുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കൊന്നതാണ് എന്ന് പറയാം. അപ്പോൾ ഞാനിത് CPM ആണ്, പാർട്ടിയാണ് ആളുകളെ കൊന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കാൻ അന്ന് ആളുകൾക്ക് ധൈര്യം ഉണ്ടായില്ല. ഇന്ന് ആളുകൾ ഉറക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്നങ്ങനെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഉറക്കെ സംസാരിക്കുന്ന ഇരകളെയും ഇരകളുടെ ബന്ധുക്കളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടി മാറിയതുകൊണ്ട് അദ്ദേഹം പറയുന്നു അന്ന് രക്തസാക്ഷി ഫണ്ട് മേടിച്ച ആൾക്ക് അന്ന് ശബ്ദം ഉണ്ടായിരുന്നില്ലേ പോലെയുള്ള വളരെ ഉപരിപ്ലവമായ ചോദ്യങ്ങൾ കൊണ്ടല്ല CPM അതിന് മറുപടി വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ഇപ്പോൾ ആ ഫോൺ എവിടെ, അതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ എവിടെ, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് കൊടുത്ത പരാതിയിൽ മേൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? ഈ ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, എവിടെ വെച്ചാണ് മരണം ഉണ്ടായത്, എന്തുകൊണ്ടന്ന് വൈകലുണ്ടായി, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഞങ്ങളല്ല എന്ന CPMൻ്റെ വാദം പൂർത്തിയാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അജിംസ്, ഇതിനകത്തൊരു പുനരന്വേഷണം നടക്കാൻ എത്ര കണ്ട് സാധ്യതയുണ്ട്? ഇത് പുനരന്വേഷണം നടക്കണമെങ്കിൽ ഇപ്പോൾ ഇത് വിചാരണ കോടതിയിലാണ് കൊടുത്തിട്ടുള്ള മൊഴി. അപ്പോൾ ഇത് പുനരന്വേഷണം ആവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കേണ്ടി വരും, ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. അപ്പോൾ അതിലൊരു പുനരന്വേഷണം ഉണ്ടാവും. അല്ലെങ്കിൽ വിചാരണ കോടതിക്ക് ബോധ്യപ്പെടണം ഇയാൾ പറയുന്ന മൊഴി വിശ്വസനീയമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതെന്നുകൊണ്ട് തുടരന്വേഷണത്തിന് വിചാരണ കോടതി നിർദ്ദേശം നൽകണം. അങ്ങനെ ചെയ്താലും ഇപ്പോൾ നിലവിൽ പോലീസ് സംവിധാനമാണ് അത് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം ഫലപ്രദമാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ കാരണം ഈ സലീം വധക്കേസ് ഏറ്റവും ലിങ്ക് ചെയ്തിരിക്കുന്നത് ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ടാണ്. ഫസൽ വധക്കേസിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്കറിയാം. എന്തായിരുന്നു ഫസൽ വധക്കേസ്? ഫസൽ ഒരു CPM പ്രവർത്തകനായിരുന്നു. CPM പ്രവർത്തകനായിരിക്കുക CPMൽ നിന്ന് രാജിവെച്ച് അയാൾ NDFൽ ചേർന്നു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഫസലിനെ കൊന്നതെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിവരം. CBIയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. പക്ഷേ ഫസൽ വധക്കേസ് ആദ്യം അന്വേഷിച്ച DYSP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം അത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അന്വേഷണത്തിൽ ഈ ഫസൽ കൊല്ലപ്പെടുന്നത് ഫസലിൻ്റെ രക്തം പുരണ്ട ഒരു തൂവാല CPM വിട്ട് RSSൽ പോയ അശോകൻ എന്ന ഒരാളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കണ്ടെത്തി. അപ്പോൾ ഇത് RSSകാരാണ് പ്രതികൾ എന്ന് ഒരു ധാരണ പൊതുവെ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പണിയാണ്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഈ രാധാകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് രാധാകൃഷ്ണൻ തന്നെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു, പ്രതികളായ മുഴുവൻ RSSകാരെയും ഇവിടെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ രാധാകൃഷ്ണൻ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്താണ്? കൊല നടന്ന സ്ഥലത്ത് നിന്നും കണ്ടെടുത്തൊരു മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ അതിലെ കോൾ റെക്കോർഡ്സ് ഇതൊക്കെ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടതാണ്. അവരെയാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ ആശുപത്രികളിലേക്ക് വിളിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുകയും RSSകാരല്ല കൊന്നത്, CPMകാർ തന്നെയാണ്. രാധാകൃഷ്ണൻ ഉടനെ മാറ്റുകയും പുതിയൊരു ആളെ വെച്ച് അന്വേഷിക്കുകയും ചെയ്തു. പിന്നീട് CBI വരുമ്പോഴാണ് അന്വേഷണം CPM പ്രവർത്തകരാണ് നടത്തിയതെന്നും അതിൽ കാരായി ചന്ദ്രശേഖരനും കാരായി രാജനും പ്രതികളാവുന്നതൊക്കെ CBI വരുമ്പോഴാണ്.
അതിൽ മറക്കേണ്ടതല്ലാത്ത കാര്യം ഫസൽ വധക്കേസിലെ ഒന്നാം പ്രതി കൊടിസുനിയാണ്. ഈ കൊടിസുനിയാണ് ടി പി ചന്ദ്രശേഖരൻ കേസിലെയും പ്രതി. ആ കൊടിസുനിയെയാണ് പലപ്പോഴും ജയിലിൽ കിടക്കുമ്പോൾ പരോളിൽ പുറത്തുവിടുന്നത്. കോവിഡ് സമയത്ത് പുറത്തുവിട്ട കൊടിസുനി കോവിഡ് കാലത്ത് വയനാട്ടിലെ റിസോർട്ടിൽ പാർട്ടി നടത്തി. അതിൽ കേരളത്തിലെ പല മേഖലകളിൽ നിന്നുള്ള ക്രിമിനലുകൾ പങ്കെടുക്കുകയും അത് ചുമ്മാ പാർട്ടിയല്ല, മയക്കുമരുന്ന് പാർട്ടിയൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും കൊടിസുനി പരോളിൽ പുറത്താണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണിത് ഭരണകൂടവുമായും ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ ഫസൽ കേസിൽ ആ ഫസൽ കേസിനെ ട്വിസ്റ്റ് ചെയ്തത് അറസ്റ്റുകാർ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിച്ചിട്ടുണ്ട്. അത് CBIയുടെ മുമ്പിൽ CBI കണ്ടെത്തിയ ഒരു കാര്യമാണ്. CBI അത് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ആ കേസ് മറിക്കപ്പെട്ടതിന് അന്ന് കേസ് അന്വേഷിച്ചിരുന്ന രാധാകൃഷ്ണൻ. ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനെ അനാശാസ്യം നടത്തുന്നതിൻ്റെ പേരിൽ DYFI പ്രവർത്തകർ ഒരു വീട് വളഞ്ഞ് മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയിരുന്നു. അപ്പോൾ അത് പറയണ്ട, അതുപോലും വ്യാജമായ ഒരു ആരോപണമായിരുന്നു, എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഈ സലീം വധക്കേസിലെ ദുരൂഹത പുറത്തു വരണം. പക്ഷേ ആ ദുരൂഹത ഇപ്പോൾ അദ്ദേഹം ആരോപിച്ച ഉടനെ തന്നെ MV ജയരാജൻ പറയുന്നത്, പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറയുന്നത്, ഇദ്ദേഹം നിരന്തരം ഇങ്ങനെ വാക്കുമാറ്റി പറയാണ്, അന്നുണ്ടായിരുന്ന നിലപാടല്ല ഇന്ന്, അന്ന് പോലീസിന് മൊഴി നൽകിയിട്ടില്ല ഇങ്ങനെയൊരു സംശയത്തെക്കുറിച്ചെന്നാണ്. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെക്കുറിച്ചും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ സലീമിൻ്റെ പിതാവ് എന്ന് പറയുന്നയാൾ മുമ്പ് ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു. 60കളുടെ അവസാനം 70കളുടെ തുടക്കത്തിൽ. പിന്നീട് INL ചേർന്നു. INL നിന്ന് വിട്ടുപോയി കുറച്ചാൾ CPMൻ്റെ സഹയാത്രികനായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം BJPയുടെ ബൂത്ത് ഏജൻ്റായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലാണ്. കോൺഗ്രസ് എത്തിയപ്പോഴാണ് ഇദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഒരാളുടെ രാഷ്ട്രീയ മാറ്റം, പാർട്ടി മാറുക എന്നുള്ളൊരു പുതിയ കാര്യമൊന്നുമല്ല. ആ പാർട്ടി മാറ്റവും ഒരാളുടെ മകൻ്റെ മരണവുമായി ബന്ധപ്പെടുന്നത് ശരിയായൊരു നിലപാട് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അയാളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ നാളെ അയാൾ BJP ചേർന്നിട്ടുണ്ടാവും. പക്ഷേ സ്വന്തം മകൻ കൊല്ലപ്പെട്ട കേസിൽ അദ്ദേഹത്തിനൊരു ഉത്തമ ബോധ്യം പറയാൻ സ്വതന്ത്രനായി നിൽക്കണം, ഒരു പാർട്ടിയിലും പാടില്ല, ഒരു പാർട്ടി ചായവും പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് ഈ നിഷ്പക്ഷർ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നത് പോലൊരു, ഇപ്പോൾ ചില രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇയാളാണോ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ, ഇയാളാണോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നത് പോലൊരു നിലപാടാണ്. ഒരാളുടെ പാർട്ടിയും അയാളുടെ മകന് അല്ലെങ്കിൽ അയാൾക്ക് നേരിടേണ്ടി വന്ന ഒരു മനുഷ്യാവകാശ ലംഘനം, പൗരാവകാശ ലംഘനത്തെക്കുറിച്ച് സംസാരിക്കാൻ അയാൾക്ക് ഇനി ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം ജനാധിപത്യ വിരുദ്ധതയാണ്. എന്തായാലും CPMനെതിരെ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടി ഉയരുന്നുണ്ട്. അത് നീക്കേണ്ടത് CPMന് തന്നെ ബാധ്യതയാണ്. അതിലേക്കൊരു പുനരന്വേഷണത്തിന് വേണ്ട സഹായങ്ങൾ സർക്കാർ സൈഡിൽ നിന്നുണ്ടാകുമോ എന്ന് കണ്ടറിയാം. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.